ഒരിക്കൽ നിയമപരമായി വേർപിരിഞ്ഞ ദമ്പതികൾ നീണ്ട 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 15 വയസ്സുകാരി മകളുടെ കൈപിടിച്ച് ഭാര്യ ആലപ്പുഴ കുതിരപ്പന്തി സ്വദേശിനി കൃഷ്ണകുമാരി ഭർത്താവ് കളർകോട് സ്വദേശി സുബ്രഹ്മണ്യൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ച് കയറിച്ചെന്നു. അവർ വീണ്ടും ദാമ്പത്യത്തിൻ്റെ മധുരത്തിലേക്ക് കടക്കുന്നു. രണ്ടാം വരവിൽ ഭാര്യ കൃഷ്ണകുമാരിക്ക് 46 വയസ്സും ഭർത്താവ് സുബ്രഹ്മണ്യന് 58 വയസ്സും. കാർമേഘം ഒഴിഞ്ഞ് പ്രതീക്ഷയുടെ പ്രകാശകണമായി എല്ലാത്തിനും സാക്ഷിയായി ഉണ്ടായിരുന്നത് ഏക മകൾ അഹല്യ എസ് നായർ മാത്രം. ഒത്തുപോകാൻ സാധിക്കുമോ എന്ന പരീക്ഷ ജയിക്കാൻ 1 മാസക്കാലം മകൾക്കൊപ്പം ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. വിവാഹത്തിനുള്ള സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വരുന്ന ജൂലൈയിൽ പുനർവിവാഹം നടത്താനാണ് ഇവരുടെ പ്ലാൻ. രമ്യമായി പരിഹരിക്കാമായിരുന്ന ഒരു സൗന്ദര്യപ്പിണക്കമാണ് 14 വർഷം മുമ്പ് കൃഷ്ണകുമാരിയുടെയും സുബ്രഹ്മണ്യൻ്റെയും ദാമ്പത്യ ബന്ധത്തിന് വിരാമമിട്ടത്. കൃഷ്ണകുമാരിയുടെ സ്വർണത്തെ ചൊല്ലിയുള്ള വിഷയം ഇരുവരും സംസാരിച്ച് അവരറിയാതെ തന്നെ അത് വഷളായി. 2006 ഓഗസ്റ്റ് 31 കൃഷ്ണകുമാരിയുടെയും സുബ്രഹ്മണ്യൻ്റെയും വിവാഹം നടന്നത്. 2008 മകൾ ജനിച്ചു. മകളുടെ പേരിടൽ ചടങ്ങിനാണ് സുബ്രഹ്മണ്യൻ അവസാനമായി കുഞ്ഞിനെ കണ്ടത്. ഇതിനിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിലെ നഴ്സിംഗ് അസിസ്റ്റൻ്റായി സുബ്രഹ്മണ്യന് നിയമനം ലഭിച്ചു. ഒരിക്കൽ പോലും മകളെ കാണാൻ ഭർത്താവ് ശ്രമിക്കാതിരുന്നത് കൃഷ്ണകുമാരിക്ക് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. മകളെയും കൂട്ടി ഭാര്യ ഒരിക്കൽ പോലും തനിക്കരികിലേക്ക് എത്തിയില്ലല്ലോ എന്നോർത്തപ്പോൾ സുബ്രഹ്മണ്യനും സഹിച്ചില്ല. ആ നൊമ്പരം രണ്ടുപേരുടെയും മനസ്സിലും ദേഷ്യമായും പിന്നെ പകയുമൊക്കെയായി ഒരുപാട് വേരുപടർത്തി. പിരിയാമെന്ന തീരുമാനത്തിൽ ഇരുവരും ഉറച്ചു നിന്നു. 2010 മാർച്ച് 29 നിയമപരമായി കോടതിയിൽ വിവാഹബന്ധം വേർപെടുത്തി. ബന്ധം ഉപേക്ഷിച്ച് വീട്ടിലെത്തിയ കൃഷ്ണകുമാരിക്ക് താങ്ങായി വീട്ടുകാരുണ്ടായിരുന്നു. ഏക സഹോദരൻ കുറച്ചു വർഷം മുൻപ് വാഹനാപകടത്തിൽ മരിച്ചു. അച്ഛൻ പ്രായാധിക്യം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലായി. ഇതിനിടെ അങ്കണവാടിയിൽ ആദ്യം താൽക്കാലികമായും പിന്നീട് സ്ഥിരമായും ലഭിച്ച വർക്കർ ജോലിയിൽ നിന്നുള്ള ഏക വരുമാനത്തിലാണ് കൃഷ്ണകുമാരി മകളെ വളർത്തിയതും പഠിപ്പിച്ചതും. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയായ അഹല്യ നർത്തകി അമൃത ഗോപിനാഥിന് കീഴിൽ നൃത്തം പഠിച്ച് അരങ്ങേറ്റം നടത്തിയിരുന്നു. തൻ്റെ മാത്രം വരുമാനത്തിൽ മകളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാതെ വന്നതോടെയാണ് മകൾക്ക് ജീവനാംശം ആവശ്യപ്പെട്ട് കൃഷ്ണകുമാരി വീണ്ടും കോടതിയെ സമീപിച്ചത്. പ്രതിമാസം 2000 രൂപ നൽകാനായിരുന്നു കോടതി വിധിച്ചത്. അതിനെതിരെ സുബ്രഹ്മണ്യൻ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. തൻ്റെ വീട് വിറ്റ് കൃഷ്ണകുമാരി അമ്മയുമായുള്ള സാമ്പത്തിക ബാധ്യതകളെല്ലാം മുൻകൂർ തീർത്തതാണെന്നായിരുന്നു സുബ്രഹ്മണ്യൻ്റെ വാദം. വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം സഹോദരിക്കും കുടുംബത്തിനുമൊപ്പമായിരുന്നു സുബ്രഹ്മണ്യൻ്റെ താമസം. പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കോടതി നിർദ്ദേശിച്ചതാണ് വഴിത്തിരിവായത്. അടുത്തിടെ സുബ്രഹ്മണ്യൻ ജോലിയിൽ നിന്ന് വിരമിച്ചു. കേസ് വീണ്ടും ആലപ്പുഴ കുടുംബ കോടതി ജഡ്ജി വിദ്യാധരൻ്റെ ചേംബറിലെത്തി. ഇരുവരും പുനർവിവാഹിതരായിട്ടില്ല എന്നുള്ളതിനാൽ കുട്ടിയുടെ സംരക്ഷണം കണക്കിലെടുത്ത് ഒരുമിച്ച് താമസിക്കുവാനുള്ള നിർദ്ദേശം കോടതി മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഇരു കക്ഷികളും അഭിഭാഷകരും ഇത് അംഗീകരിച്ചതോടെ പുനർവിവാഹത്തിന് കളമൊരുങ്ങി. സുബ്രഹ്മണ്യൻ അവസാനമായി മകളെ കാണുമ്പോൾ കുഞ്ഞിന് 28 ദിവസമായിരുന്നു പ്രായം. അച്ഛനെന്ന ഓർമ്മ അഹല്യയുടെ മനസ്സിൽ പോലുമില്ല. വർഷങ്ങൾക്കിടെ ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടില്ല. കേസിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിൽ മാസം 16 കോടതി വരാന്തയിൽ മുഖാമുഖം നിന്നപ്പോഴും മുന്നിൽ നിൽക്കുന്നത് സ്വന്തം മകളാണെന്ന് സുബ്രഹ്മണ്യൻ തിരിച്ചറിഞ്ഞിരുന്നില്ല. ജീവനാംശം മാത്രം പ്രതീക്ഷിച്ചു പോയ അഹല്യയ്ക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലെന്ന് കരുതിയ ജീവിതം ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിലാണ്. 10ാം ക്ലാസ്സിൽ നേടിയ A+നേക്കാൾ മധുരമാണ് അഹല്യയ്ക്ക് അച്ഛൻ്റെയും അമ്മയുടെയും കൂടിച്ചേരൽ. VHSEയിൽ അഡ്മിഷനുള്ള ശ്രമത്തിലാണിപ്പോൾ അഹല്യ. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കളർകോടുള്ള വാടക വീട്ടിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം പുതുതായി വാങ്ങി പുത്തൻ ജീവിതം ആരംഭിക്കുമ്പോൾ പഴയതൊന്നും ആവർത്തിക്കരുതെന്ന പ്രാർത്ഥനയുണ്ട് മൂവരുടെയും മനസ്സിൽ. 14 വർഷക്കാലം മകളെ കാണാൻ പോലും ശ്രമിക്കാതിരുന്നതിൽ ഇന്ന് സുബ്രഹ്മണ്യന് കുറ്റബോധമുണ്ട്. നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പിരിയേണ്ടായിരുന്നുവെന്ന തോന്നൽ കൃഷ്ണകുമാരിയിലുമുണ്ട്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല. പുതിയ വീട്ടിൽ പുതിയ അന്തരീക്ഷത്തിൽ അവർ പുതുജീവിതം കെട്ടിപ്പടുക്കുകയാണ്. രണ്ടുപേർക്കും ഇനി ഒറ്റ സ്വപ്നമേ ഉള്ളൂ: മകളുടെ ഭാവി.